കഴിഞ്ഞ 30 വർഷത്തിലേറെയായി അമേരിക്കയിലെ കാലിഫോർണിയ ലോങ് ബീച്ചിൽ ഒരു റെസ്റ്റോറന്റ് നടത്തിവരികയായിരുന്നു ബബ്ലിജിത്ത് ബബ്ലി കൗർ എന്ന 60 വയസ്സുള്ള ഇന്ത്യക്കാരി. എന്നാൽ കഴിഞ്ഞ ദിവസം ബബ്ലിജിത്ത് ബബ്ലി കൗറിനെ US ഇമിഗ്രേഷൻ അധികൃതർ കസ്റ്റഡിയിലെടുത്തു എന്ന വാർത്തയാണ് കുടുംബവും സുഹൃത്തുക്കളും അറിഞ്ഞത്. അമേരിക്കയിലെ സ്ഥിര താമസത്തിനുള്ള ഗ്രീൻ കാർഡിന്റെ അവസാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനിടെയാണ് ബബ്ലിജിത്തിനെ കസ്റ്റഡിയിലെടുത്തത്. ആരാണ് കസ്റ്റഡിയിലായ ബബ്ലിജിത്ത് ബബ്ലി കൗർ? എന്തിനാണ് ഇവരെ ഇമിഗ്രേഷൻ അധികൃതർ കസ്റ്റഡിയിലെടുത്തത്? വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ കഴിഞ്ഞ 30 വർഷമായി അമേരിക്കയിൽ ഭർത്താവിനൊപ്പം ജീവിക്കുന്ന വ്യക്തിയാണ് ബബ്ലിജിത്ത് ബബ്ലി കൗർ. കഴിഞ്ഞ 20 വർഷമായി അവർ ഭർത്താവിനൊപ്പം കാലിഫോർണിയ ലോങ് ബീച്ചിൽ നട്രാജ് ക്യൂസിൻ ഓഫ് ഇന്ത്യ എന്ന പേരിൽ ഒരു റെസ്റ്റോറന്റ് നടത്തിവരികയായിരുന്നു. ഡിസംബർ 1-നാണ് ബബ്ലി കൗർ അമേരിക്കയിൽ സ്ഥിര താമസത്തിനുള്ള ഗ്രീൻ കാർഡുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾക്കായി ഇമിഗ്രേഷൻ ഓഫീസിലേക്ക് പോയത്. ഗ്രീൻ കാർഡ് ലഭിക്കുന്നതിനുള്ള അവസാന നടപടിക്രമങ്ങളായ ബയോമെട്രിക് പരിശോധനയായിരുന്നു ഇനി ബാക്കിയുണ്ടായിരുന്നത്. ഇതിനെത്തിയപ്പോഴാണ് ഇമിഗ്രേഷൻ അധികൃതർ ഇവരെ കസ്റ്റഡിയിലെടുത്തത്. കസ്റ്റഡിയിലെടുത്തതിന്റെ കാരണം എന്താണെന്ന് ഇതുവരെയും US ഇമിഗ്രേഷൻ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. എങ്കിലും ചില റിപ്പോർട്ടുകൾ പ്രകാരം പുറത്തുവന്ന വിവരങ്ങളിൽ നിലവിൽ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് പുതുക്കുന്നതിൽ കാലതാമസം വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. പുതിയ ഇമിഗ്രേഷൻ നിയമങ്ങളിലെ സാങ്കേതിക പ്രശ്നങ്ങളാണ് കസ്റ്റഡിക്ക് കാരണമായതെന്ന് പറയുന്ന റിപ്പോർട്ടുകളുമുണ്ട്. ഇതെല്ലാം ചില റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വിവരങ്ങളാണ്. എങ്കിലും കസ്റ്റഡിയിലെടുത്തതിന്റെ കാരണം എന്താണെന്ന് US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റീസ് ഇതുവരെയും ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല. ബബ്ലി കൗറിന്റെ മകൾ അമേരിക്കൻ പൗരത്വമുള്ള വ്യക്തിയാണ്. ഇവരുടെ ഭർത്താവിന് സ്ഥിര താമസത്തിനുള്ള ഗ്രീൻ കാർഡുമുണ്ട്. ഇതുവഴിയാണ് ബബ്ലി കൗറും ഗ്രീൻ കാർഡിന് അപേക്ഷിച്ചത്. ഡിസംബർ 1-ന് ബയോമെട്രിക് വിവരങ്ങൾ രേഖപ്പെടുത്താൻ എത്തിയപ്പോഴാണ് അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. വിരലടയാളം പതിപ്പിക്കാനായി തയ്യാറെടുക്കുമ്പോൾ പൊടുന്നനെ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥരെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നുവെന്നാണ് സംഭവ സമയത്ത് കൂടെയുണ്ടായിരുന്ന മകൾ ജ്യോതി പറയുന്നത്. അഭിഭാഷകനുമായി സംസാരിക്കാൻ കേവലം 8 മിനിറ്റ് സമയം മാത്രമാണ് അനുവദിച്ചത്. പിന്നാലെ കൈകാലുകളിൽ വിലങ്ങണിയിച്ച് ഒരു വാനിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നുവെന്നും മകൾ ജ്യോതി പറയുന്നു. ഏതെങ്കിലും തരത്തിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയല്ല ബബ്ലി കൗർ. മാത്രവുമല്ല, കഴിഞ്ഞ 3 പതിറ്റാണ്ടോളം കാലമായി അമേരിക്കയിൽ താമസിക്കുന്ന ഇവരെക്കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള പരാതികളും നിലവിലില്ല. ഇത്തരമൊരാളുടെ അറസ്റ്റ് മേഖലയിലെ ഇന്ത്യൻ വംശജരെയാകെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. അറസ്റ്റിനെതിരെ വ്യാപക വിമർശനങ്ങളും ഇതിനോടകം ഉയർന്നിട്ടുണ്ട്. ലോങ് ബീച്ചിൽ നിന്നുള്ള കോൺഗ്രസ് പ്രതിനിധി റോബർട്ട് ഗാർഷ്യ ഇവരെ ഉടൻ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ബബ്ലി കൗറിനെ നിയമപരമായി സഹായിക്കുന്നതിനായി സുഹൃത്തുക്കൾ ചേർന്ന് ഒരു ക്രൗഡ് ഫണ്ടിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഇതിനോടകം $26,000 ഇതുവഴി സമാഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ അഡലാൻഡോ ICE പ്രോസസിംഗ് സെന്ററിലാണ് ബബ്ലി കൗറിനെ താമസിപ്പിച്ചിട്ടുള്ളത്. തടങ്കലിൽ കഴിയുന്ന ഇവരുടെ ആരോഗ്യനില മോശമാണെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. രാത്രിയിൽ ലൈറ്റുകൾ അണയ്ക്കാത്ത വലിയ ബഹളമുള്ള ഒരു ഹാളിലാണ് അവരെ താമസിപ്പിച്ചിരിക്കുന്നത്. ആവശ്യമായ വൈദ്യസഹായവും ബബ്ലി കൗറിന് ലഭ്യമാക്കിയിട്ടില്ലെന്നും കുടുംബം ആരോപിക്കുന്നു.